ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് കണ്ണൂരിൻ്റെ സ്വന്തം മുട്ടസുർക്കയാണ്. മുട്ടസുർക്ക എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാന്നുള്ളത് ഇവിടെ നമുക്ക് കാണാം. 2 കപ്പ് പച്ചരിയാണ് ഞാൻ അതിനു വേണ്ടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പച്ചരി ആദ്യം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. മിനിമം 3 മണിക്കൂർ മുതൽ ഒരു 5 മണിക്കൂർ വരെയെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം സോക്ക് ചെയ്ത അരി നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക. അതിലേക്ക് ഇപ്പം 1 ഗ്ലാസ് ചോറാണ് ആഡ് ചെയ്യുന്നത്. ചോറെടുക്കുന്നതിൻ്റെ അളവെന്ന് വെച്ചാൽ ഞങ്ങൾ എത്ര ഗ്ലാസ്സാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഹാഫ് ചോറ് യൂസ് ചെയ്യണം. ചോറ് നന്നായി സോക്ക് ചെയ്ത് വെച്ച അരിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ അരിനെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഈ മിക്സിയിൽ അരക്കുമ്പോൾ വെള്ളം എടുക്കേണ്ട അളവ് മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് ഈ 2 ഗ്ലാസ് അരി അരച്ചെടുക്കാൻ യൂസ് ചെയ്യേണ്ടത്. അത് യൂസ് ചെയ്തിട്ട് നന്നായി അരച്ചെടുക്കുക. ഒരു രണ്ട് ട്രിപ്പായിട്ടാണ് ഇപ്പം ഞാൻ അരച്ചെടുക്കുന്നത് ഇവിടെ. ഇനി അടുത്തത് ബാക്കിയുള്ള അരി കൂടി അരച്ചെടുക്കുകയാണ്. അതിലേക്ക് ഒരു മുട്ട യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. മുട്ട ഇഷ്ടമില്ലാത്തവർ ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ മുട്ട കൂട്ടിയാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. ഞാനിവിടെ അതിലേക്ക് ഏലക്കായ കൂടെ ചേർക്കുന്നുണ്ട്. അത് ഏലക്കായ നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞങ്ങളുടെ മാവ് ഉണ്ടാവുക. അതായത് മൊത്തത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു കടായി എടുത്ത് അതിൽ കുറച്ച് നല്ല കൂടുതൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കുക. നല്ലോണം ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെക്കണം. അല്ലെങ്കിൽ നല്ലോണം ചൂടായ ഓയിലാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഗ്യാസ് സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നല്ലോണം ചൂടായ എണ്ണയിൽ പെട്ടെന്ന് ഒഴിക്കുമ്പം ആ ഒരു ഷേപ്പിൽ നല്ല രീതിയിൽ കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് ഫ്ലെയിം ഒന്ന് കൺട്രോൾ ചെയ്യുക. ഒഴിച്ചതിന് ശേഷം കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കണം. അപ്പോൾ അത് നന്നായി പൊരിഞ്ഞ് കിട്ടുക. ഇതിപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നല്ല മുട്ടസുർക്ക ഇവിടെ എല്ലാം ഒത്തിണങ്ങി വന്നുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ നമുക്ക് മുട്ടസുർക്ക കിട്ടിയത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ട്രഡീഷണൽ ടേസ്റ്റാണ്. മലബാറുകാരുടെ സ്വന്തം മുട്ടസുർക്കയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ബീഫ് കറി, ചിക്കൻ കറി, മട്ടൻ കുറുമ എല്ലാം നല്ലൊരു കോംബോ ആണ് മുട്ടസുർക്കേൻ്റെ കൂടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.